ഹായ് ഓൾ. ഒരു അധ്യാപകനാകുക എന്നുള്ള ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ്, അതായത് ഒരു സ്വപ്നമാണ് ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാകുക അല്ലെങ്കിൽ ഒരു അധ്യാപികയാകുക എന്നുള്ളത്. ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എൻട്രിയുടെ ടീം നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് HSST മാത്തമാറ്റിക്സിന്റെ കോഴ്സ്. ഓക്കെ, അപ്പോൾ ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുമ്പോഴും നമുക്കറിയാം നമ്മൾ ഏറ്റവും ബേസിക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. അതിന്റെ ഏറ്റവും ബേസിക് പാർട്ട് എന്താണ്? ഏതൊരു പരീക്ഷയുടെയും ബേസിക് പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ സിലബസ് ആണ്. ആദ്യം തന്നെ ആ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കോഴ്സിന്റെ പകുതി കാര്യങ്ങൾ ഓക്കെ ആയി എന്ന് എല്ലാവരും പറയാം. അതെന്തുകൊണ്ടാ? ആ സിലബസിലെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ എക്സാമിന് വരാൻ രീതിയിലുള്ള ആ ഒരു സെക്ഷൻസ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓരോ സെക്ഷൻ പഠിക്കുമ്പോഴും നമ്മളുടെ സിലബസിൽ നമ്മളതൊന്ന് ടിക്കിട്ട് പോവുക. ആ ഒരു നമ്മൾ പഠിച്ചു കഴിഞ്ഞ പോർഷൻസ് നമ്മൾ ഈ സിലബസ് ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഈസിയാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക്കായിട്ട് അത് കവർ ചെയ്യുമ്പോഴും ആ ഒരു സിലബസിൽ നമ്മൾ അതെല്ലാം ഒന്ന് ടിക്കിട്ട് പോവുകയാണെങ്കിൽ ലാസ്റ്റ് ഈ ഒരു സിലബസ് കാണുമ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസവും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ടുള്ള കാര്യം? ഈ സിലബസിലെ പകുതി പോർഷൻസും നമ്മൾ അതിനകത്ത് പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് വളരെയധികം ഒരു എനർജി തരുന്ന കാര്യമാണ് അല്ലെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ എങ്ങനെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ, അതിൽ ഏതൊക്കെ സെക്ഷൻസ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, എന്തൊക്കെയാണ് അതിന്റെ സിലബസിൽ വരുന്ന ടോപ്പിക്സ് എന്നുള്ളത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യണം. നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ HSST മാത്തമാറ്റിക്സിന്റെ കേസിൽ നമുക്ക് വരുന്നതിൽ പല മൊഡ്യൂൾസ് വരുന്ന നമ്മളുടെ മാത്സ് പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു പാർട്ടായിട്ട് വരുന്നത് നമ്മളുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ആ ഒരു സെക്ഷൻ വരുന്നുണ്ട്. അത് റിസർച്ച് മെത്തഡോളജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ റിനൈസൻസ്, ഏതൊരു എക്സാമിനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പാർട്ടാണ് അല്ലേ ഇത്. റിനൈസൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അതേപോലെ ലാസ്റ്റ് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. അങ്ങനെ മൊത്തത്തില് 4 പാർട്ടാണ് നമുക്ക് ഈ ഒരു HSST മാത്തമാറ്റിക്സിന്റെ സിലബസിൽ വരുന്നത്. നമുക്കറിയാം ഇപ്പൊ പുതിയ നോട്ടിഫിക്കേഷൻ അല്ല നമ്മളുടെ വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പുതിയ സിലബസ് അല്ല എന്നുള്ളത് നമുക്കറിയാം. ഈ ലേറ്റസ്റ്റ് നടന്ന HSST എക്സാമിന്റെ സിലബസ് എന്താണോ അതാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനുശേഷം പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നോർമലി ചേഞ്ച് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓൾമോസ്റ്റ് മാത്സിന്റെ സെക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സെക്ഷൻസും ഇത് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ PGക്ക് പഠിക്കുന്നതായിക്കോട്ടെ പല ഏരിയാസ് ഉണ്ട്, ആ ഏരിയകളെല്ലാം തന്നെ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും എന്തെങ്കിലും ചിലപ്പോൾ റെഡ്യൂസ് ചെയ്യുമായിരിക്കും എന്നുള്ളതേ നമുക്ക് സംഭവിക്കാവുന്നുള്ളൂ. അതല്ലാതെ പിന്നെ അതിനകത്ത് ഇനിയും ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സിലബസ് ഒന്നും കൂടി വൈഡായി പോവുകയാണ് ചെയ്യുക. ഓക്കെ, ഇവിടെ തന്നെ ഓൾറെഡി എല്ലാ സെക്ഷൻസും വരുന്നുണ്ട്. നമ്മൾ PGക്ക് പഠിക്കുന്ന എല്ലാ സെക്ഷൻസും ഓൾറെഡി കവർ ചെയ്യുന്നതാണ് നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന HSST എക്സാമിന്റെ സിലബസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു 4 പാർട്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത്. അതിൽ 70 മാർക്സ് എന്ന് പറയുന്നതാണ് നമ്മളുടെ മാത്തമാറ്റിക്സ് പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സിന്റെ സിലബസ് പാർട്ട് വരുന്നത്. അത് 70 മാർക്സും ബാക്കി വരുന്ന റിസർച്ച് മെത്തഡോളജി, കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ്, റിനൈസൻസ് എന്നുള്ള പാർട്ടുകളുമാണ് ബാക്കി 30 മാർക്സിന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ആ സിലബസ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മളുടെ മൊഡ്യൂൾ 1 റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വരുന്നതിൽ ലീനിയർ ആൾജിബ്രയാണ് മൊഡ്യൂൾ 1 വരുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. 7 മാർക്സ് ആണ് കേട്ടോ. ഓരോ മൊഡ്യൂളിനും 7 മാർക്സ് ആണ് നമ്മളുടെ ഈ മാത്തമാറ്റിക്സ് പോർഷനിൽ നിന്ന് വന്നിരിക്കുന്നത്. അതില് ചില മൊഡ്യൂൾസ് മാത്രം ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നമുക്കറിയാം റിയൽ അനാലിസിസ് ഒക്കെ ഒത്തിരി നമ്മൾ പഠിക്കുന്ന ടോപ്പിക് അല്ലേ. അപ്പം ഒത്തിരി വൈഡ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ആ റിയൽ അനാലിസിസിന്റെ ടോപ്പിക് ഒക്കെ 2 മൊഡ്യൂൾസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ സ്പ്ലിറ്റിംഗ് വന്നിട്ടുണ്ട്. അതല്ലാതെ തന്നെയുള്ള ഓരോ ടോപ്പിക്കും നമ്മൾ PG പേപ്പേഴ്സ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള പേപ്പേഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂള് ലീനിയർ ആൾജിബ്ര എന്നുള്ളതാണ്. ആ മൊഡ്യൂളിൽ നിന്നും നമ്മളോട് എക്സ്പെക്ട് ചെയ്യേണ്ട മാർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് 7 മാർക്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ആ 7 മാർക്സിൽ വരുന്ന ടോപ്പിക് ഏതൊക്കെയാണ്? ഫസ്റ്റ് വെക്ടർ സ്പേസസ്, നമുക്കറിയാം അല്ലെ, ലീനിയർ ഓൾജിബ്ര സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വെക്ടർ സ്പേസിലാണ് അല്ലെ. അപ്പോൾ വെക്ടർ സ്പേസസ്, സബ് സ്പേസസ്, ലീനിയർ ഡിപ്പെൻഡൻസ്, ബേസിസ്, ഡയമെൻഷൻ, algebra of linear transformations, algebra of matrices, rank and determinant of matrices, linear equations, eigenvalues and eigenvectors, Cayley-Hamilton theorem, matrix representation of linear transformations എന്നുള്ളതാണ്. അവിടെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ മിക്ക കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കും കാണുന്ന ഏരിയാസ് ആണ് ഇതേപോലെ കെയ്ലി ഹാമിൽട്ടൺ തിയറംസും അതേപോലെ തന്നെ ഏഗൺ വാല്യൂസ് ആൻഡ് ഏഗൺ വെക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സെക്ഷൻസ്, അതേപോലെ തന്നെ ബേസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ നമ്മളുടെ ഡിഫറെന്റ് ലീനിയർ മെട്രിക്സ് റെപ്രസെന്റേഷൻസ് നമ്മൾ പറയാറുണ്ട്. ആ മെട്രിക്സ് റെപ്രസെന്റേഷൻസ് ഇതെല്ലാം തന്നെ ഡിഫറെന്റ് കോമ്പറ്റീറ്റീവ് എക്സാമുകൾ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയ, അതേപോലെ തന്നെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു കേസാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്. ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം തന്നെ നമ്മൾ പല കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കും ഈ ഏരിയകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സെക്ഷൻ നമുക്ക് വളരെ അധികം ടഫ് ഇല്ല, ഒരുപാട് തന്നെ നമുക്ക് കുറച്ച് ഒരു വിധത്തിലുള്ള ക്വസ്റ്റ്യൻസുകളുടെ മോഡലുകൾ നമ്മൾ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, മൊഡ്യൂൾ 1 ക്ലിയർ ആയല്ലോ, ലീനിയർ ഓൾജിബ്രയുടെ 7 മാർക്സ് കേട്ടോ. അതിന് വരുന്ന ബാലൻസ് ടോപ്പിക് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് ബേസിസ്, കനോണിക്കൽ ഫോംസ്, diagonal forms, triangular forms, rational forms, Jordan forms, inner product spaces, orthonormal basis and quadratic form. ഡിഫറെന്റ് ഫോംസ് എന്തായാലും മെട്രിക്സ് ലീനിയർ റെപ്രസെന്റേഷനിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. ആ മെട്രിക്സ് ലീനിയർ റെപ്രസെന്റേഷനിൽ വരുന്ന ഡിഫറെന്റ് ഫോംസും കൂടി ഇതേ രീതിയിൽ ഒന്ന് നോക്കിയിട്ട് പോവേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ടോപ്പിക് മൊഡ്യൂൾ നോക്കാം. മൊഡ്യൂൾ 2 ആയിട്ട് നമുക്ക് വരുന്നതാണ് റിയൽ അനാലിസിസിന്റെ ടോപ്പിക്. റിയൽ അനാലിസിസിലും ഈ മൊഡ്യൂൾ 2-ലും 7 മാർക്സ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിയൽ അനാലിസിസിന്റെ ടോപ്പിക് 2 മൊഡ്യൂളായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മൊഡ്യൂൾ 2-ഉം മൊഡ്യൂൾ 3-യും റിയൽ അനാലിസിസിന്റെ ടോപ്പിക്കാണ് വരുന്നത്. എന്തൊക്കെയാണ് ഈ ടോപ്പിക്കിൽ വരുന്നതെന്ന് നോക്കൂ. സീക്വൻസസ് ആൻഡ് സീരീസ്, കൺവേർജൻസ്, ലിമിറ്റ് സുപ്രിമം, limit infimum, Bolzano-Weierstrass theorem, Hein-Borel theorem, continuity, uniform continuity, differentiability, Rolle's theorem, mean value theorem, sequences and series of functions, uniform convergence, Riemann sums and Riemann integral, improper integrals, double and triple integrals എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഇതില് ഈ ബോൾസാനോ വെയ്സ്ട്രസ് തിയറം ഒക്കെ മിക്ക കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കും ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ ചോദിക്കാറുണ്ട്, അതല്ലെങ്കിൽ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോ ലിമിറ്റ് സുപ്രീമോം ലിമിറ്റ് ഇൻഫിമോം അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ അതേപോലെ റോൾസ് തിയറത്തിന്റെയും മീൻ വാല്യൂ തിയറത്തിന്റെയും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പല എക്സാമുകൾക്കും കാണുന്നതാണ്. കൺവെർജൻസും അതേപോലെ യൂണിഫോം കണ്ടിന്യൂറ്റി ഒക്കെ നമ്മൾ ഓൾറെഡി എന്തായാലും നോക്കിയിട്ട് പോകേണ്ടതായിട്ടുള്ള റിയൽ അനാലിസിസിന്റെ ടോപ്പിക്സ് ആണ് അല്ലെ. ഇനി നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 3. ഈ റിയൽ അനാലിസിസ് പോർഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. അതിൽ 7 മാർക്ക് ആണ് മൊഡ്യൂൾ 3-യിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ വരുന്ന കാര്യങ്ങൾ ലെബേക്ക് മെഷർ, ലെബേക്ക് ഇന്റഗ്രൽ, ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, partial derivative, functions of several variables, inverse and implicit function theorems, special functions, beta and gamma functions, Fourier series. ഇതാണ് റിയൽ അനാലിസിസിന്റെ കണ്ടിന്യൂ ചെയ്തു വന്നിരിക്കുന്ന മൊഡ്യൂൾ 3-യുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയാ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4-ൽ അബ്സ്ട്രാക്ട് ഓൾജിബ്രയാണ് നമ്മളുടെ ടോപ്പിക് ആയിട്ട് വരിക. മൊഡ്യൂൾ 4 സെയിം 7 മാർക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ മൊഡ്യൂൾ 4 അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ്സ്, സബ് ഗ്രൂപ്പ്സ്, നോർമൽ സബ് ഗ്രൂപ്പ്സ്, കോഷ്യൻ ഗ്രൂപ്പ്, ഹോമോമോർഫിസം, ഐസോമോർഫിസംസ്, സൈക്ലിക് ഗ്രൂപ്പ്, permutation groups, Cayley's theorem, then direct products, fundamental theorem for abelian groups, class equations, Sylow theorems, then
നെക്സ്റ്റ് ഇതിൽ വരുമ്പോൾ മൊഡ്യൂൾ 4 തന്നെ അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ പറയുമ്പോൾ സൈലോ തിയറംസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എന്തായാലും പഠിച്ചിട്ട് പോകേണ്ട സെക്ഷനാണ് ഈ ഒരു സൈലോ തിയറംസ്. ആ സൈലോ തിയറംസിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതേപോലെ തന്നെ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് ഒക്കെ നമ്മൾ മിക്ക കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും കാണുന്നതാണ് അല്ലെ. കെയ്ലീസ് തിയറം, അതേപോലെ പിന്നെ ഗ്രൂപ്പ്സ് സബ് ഗ്രൂപ്പ്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പാണ്, എന്നാലും നമ്മൾ അതെല്ലാം ഒന്ന് നോക്കിയിട്ട് പോകേണ്ടതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്ന ടോപ്പിക് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5ഉം ഇതേപോലെ തന്നെ അബ്സ്ട്രാക്ട് ഓൾജിബ്ര കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന സെക്ഷനാണ്. ഈ മൊഡ്യൂളിലും 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതിൽ വരുന്ന ടോപ്പിക് നമ്മളുടെ നേരത്തെ ഫസ്റ്റ് മൊഡ്യൂൾ 4 നമ്മൾ പറഞ്ഞപ്പോൾ ഗ്രൂപ്പ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കേസസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പൊ ഗ്രൂപ്പ്സിന്റെ ഹയർ ലെവൽസ് ഏതൊക്കെയാ വരിക എന്നുള്ളത് നമുക്കറിയാലോ. റിങ് വരും, ദെൻ അതേപോലെ തന്നെ ഫീൽഡ്സ് വരും. ഈ 2 സെക്ഷൻസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് മൊഡ്യൂൾ 5 ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 5 വന്നിരിക്കുന്നതിൽ റിങ്സ്, ഐഡിയൽസ്, പ്രൈം ആൻഡ് മാക്സിമൽ ഐഡിയൽസ്, കോഷ്യന്റ് റിങ്സ്, യൂണിക് ഫാക്ടറൈസേഷൻ, ഡൊമൈൻ, പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ, യൂക്ലിഡിയൻ ഡൊമൈൻ, പോളിനോമിയൽ റിങ്സ് ആൻഡ് ഇറെഡ്യൂസിബിലിറ്റി ക്രൈറ്റീരിയ, ഫീൽഡ്സ്, ഫൈനൈറ്റ് ഫീൽഡ്സ്, ഫീൽഡ് എക്സ്റ്റൻഷൻസ്, ഗലോയ്സ് തിയറി എന്നുള്ളതാണ് കേട്ടോ. ഫൈനൈറ്റ് ഫീൽഡ്സ്, ഫീൽഡ് എക്സ്റ്റൻഷൻ ആൻഡ് ഗലോയ്സ് തിയറി. ഇതാണ് നമ്മളുടെ മൊഡ്യൂൾസ് 5 ആയിട്ട് തന്നിരിക്കുന്ന അബ്സ്ട്രാക്ട് ഓൾജിബ്ര. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സെക്ഷനും ആയില്ലേ. ഗ്രൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായി, അതേപോലെ തന്നെ റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായി, ഫീൽഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായി. അപ്പൊ എല്ലാം നമ്മൾ പഠിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും തന്നെ PGക്ക് പഠിച്ചിരിക്കുന്ന എല്ലാ ടോപ്പിക്കും തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിലബസ് ആണ് അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 6 ആണ്. മൊഡ്യൂൾ 6 റിലേറ്റ് ചെയ്തിരിക്കുന്നത് ടോപ്പോളജി ടോപ്പിക്കുമായിട്ടാണ്. ടോപ്പോളജിയിലെ നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്ന മാർക്ക് എന്ന് പറയുന്നത് 7 മാർക്സ് ആണ്. അതിൽ വന്നിരിക്കുന്ന ടോപ്പിക് മെട്രിക് സ്പേസസ്, കണ്ടിന്യൂറ്റി, ടോപ്പോളജിക്കൽ സ്പേസസ്, ബേസ്, സബ് ബേസ്, കൗണ്ടബിലിറ്റി പ്രോപ്പർട്ടീസ്, സെപ്പറേഷൻ ആക്സിയംസ്, കോമ്പാക്ട് സ്പേസ്, 1 point compactification, locally compact space, connected spaces, pathwise connectedness, quotient spaces, product topology. ഇത്രയും ടോപ്പിക്കാണ് നമ്മളുടെ മൊഡ്യൂൾ 6 ടോപ്പോളജി പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ മൊഡ്യൂൾ 7 റിലേറ്റ് ചെയ്ത് വരുമ്പോൾ മൊഡ്യൂൾ 7 വന്നിരിക്കുന്നത് കോംപ്ലക്സ് അനാലിസിസ് ആണ്. ദെൻ കോംപ്ലക്സ് അനാലിസിസിന്റെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും അഗെയിൻ 7 മാർക്സ് ആണ് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതിൽ വന്നിരിക്കുന്ന ടോപ്പിക് കോംപ്ലക്സ് നമ്പേഴ്സ്, പോളാർ ഫോം, പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, അനലിറ്റിക് ഫങ്ഷൻസ്, കോഷി റീമാൻ ഇക്വേഷൻ, കൺഫോർമൽ മാപ്പിംഗ്സ്, മോബിയസ് ട്രാൻസ്ഫോർമേഷൻ, പവർ സീരീസ്, സീറോസ് ഓഫ് അനലിറ്റിക് ഫങ്ഷൻസ്, ലവ്ലിസ് തിയറം, ദെൻ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ, റിയൽ ഇന്റഗ്രൽസ് യൂസിങ് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ. കഴിഞ്ഞില്ല, ഇതിന്റെ ബാലൻസും ഉണ്ട്. ദെൻ ഇവിടെ ഈ ഒരു സെക്ഷനൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതാണ് അല്ലെ. അനലിറ്റിക് ഫങ്ഷൻസ്, അതേപോലെ തന്നെ കൺഫോർമൽ മാപ്പിംഗ്സ്, മോബിയസ് ട്രാൻസ്ഫോർമേഷൻസ്, സീറോസ്, ദെൻ ലവ്ലിസ് തിയറൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ് അല്ലെ. പിന്നെ ഈ കോംപ്ലക്സ് ഇന്റഗ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇമ്പോർട്ടൻറ്റ് തിയറംസ്, കോഷീസ് റെസിഡ്യൂ തിയറം, അതേപോലെ തന്നെ കോഷീസ് തിയറം, അതെല്ലാം തന്നെ ഇന്റഗ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാലൻസ് ടോപ്പിക് ആണത്. ആ ഒരു ടോപ്പിക് കോഷീസ് തിയറം ആൻഡ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല, മൊറേറാസ് തിയറം, ഓപ്പൺ മാപ്പിംഗ് തിയറം, സിംഗുലാരിറ്റീസ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ, റെസിഡ്യൂസ്, ലോറന്റ് സീരീസ്, ഷോർട്ട്സ് ലെമ്മ, മാക്സിമം മോഡുലസ് പ്രിൻസിപ്പിൾ, ആർഗ്യുമെന്റ് പ്രിൻസിപ്പിൾ, ഇതെല്ലാം തന്നെ കോംപ്ലക്സ് അനാലിസിസുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇതിലിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അനലിറ്റിക് ഫങ്ഷൻസ്, അതേപോലെ കോഷീസ് തിയറംസ്, പിന്നെ അതേപോലെ മൊറേറാസ് തിയറം, കോഷീസ് ഇന്റഗ്രൽ ഫോർമുല, അതെല്ലാം തന്നെ വളരെയധികം. പിന്നെ സിംഗുലാരിറ്റീസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിംഗുലാരിറ്റി അല്ലെ. എസെൻഷ്യൽ ആണോ, റിമൂവബിൾ ആണോ, അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിംഗുലാരിറ്റീസ് നമുക്ക് നോക്കണം. പിന്നെ റെസിഡ്യൂ യൂസ് ചെയ്യുമ്പോൾ റെസിഡ്യൂ തിയറം എന്തായാലും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ദെൻ അതേപോലെ തന്നെ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചിലപ്പോൾ കാണാറുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെയാണ് നമ്മളുടെ കോംപ്ലക്സ് അനാലിസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ സിലബസിൽ വന്നിരിക്കുന്ന സെക്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നോക്കാം.
മൊഡ്യൂൾ 8 ഫങ്ഷണൽ അനാലിസിസുമായിട്ടുള്ള ടോപ്പിക്കാണ് വന്നിരിക്കുന്നത്. മൊഡ്യൂൾ 8 വന്നിരിക്കുന്നതിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 7 മാർക്സ് ആണ്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് നോംഡ് ലീനിയർ സ്പേസസ്, കണ്ടിന്യൂറ്റി ഓഫ് ലീനിയർ മാപ്സ്, ബനാക് സ്പേസസ്, ഹാൻഡ് ബനാക് സ്പേസസ്, ഓപ്പൺ മാപ്പിംഗ് തിയറം, ക്ലോസ്ഡ് ഗ്രാഫ് തിയറം, യൂണിഫോം ബൗണ്ടഡ്നെസ് പ്രിൻസിപ്പൽ, ഇന്നർ പ്രൊഡക്റ്റ് സ്പേസസ്, ഹിൽബർട്ട് സ്പേസസ്, പ്രൊജക്ഷൻസ്, ബൗണ്ടഡ് ഓപ്പറേറ്റേഴ്സ്, നോർമൽ, യൂണിറ്ററി ആൻഡ് സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സ്. ഇത്രയും ടോപ്പിക്കാണ് നമ്മളുടെ ഫങ്ഷണൽ അനാലിസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കിൽ വന്നിരിക്കുന്നത്. ഈ ഓപ്പൺ മാപ്പിംഗ് തിയറം ഒക്കെ എപ്പോഴും നമ്മൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ ആണ് അല്ലെ. ഹാൻഡ് ബനാക് സ്പേസസും ഓപ്പൺ മാപ്പിംഗ് തിയറം, പിന്നെ നമ്മുടെ ഹിൽബർട്ട് സ്പേസും പ്രൊജക്ഷൻസും ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാം ഏരിയയിൽ നമ്മളോട് ചോദിക്കുന്ന സെക്ഷൻസ് ആണ്. പിന്നെ അതേപോലെ സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സ്. സെൽഫ് അഡ്ജോയിന്റ് പഠിക്കുമ്പോൾ ഓൾറെഡി നോർമൽ പഠിക്കണം, യൂണിറ്ററി പഠിക്കണം, ദെൻ സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സ്. ഇതെല്ലാം തന്നെ നമ്മളോട് ചോദിക്കുന്ന സ്പേസ് ഇതാണിത്. ഹാൻഡ് ബനാക് സ്പേസസ് കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ആൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിന്റെ 7 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് എക്സ്പെക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വരുന്ന ടോപ്പിക് existence and uniqueness of solutions of initial value problems for first order ordinary differential equation, singular solutions of first order ordinary differential equations, system of first order ordinary differential equation, general theory of homogeneous and non-homogeneous linear ordinary differential equations. ഇത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇതേപോലെ തന്നെ നമുക്ക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെയും പഠിക്കണം. ടോപ്പിക് ഇത്രയും കാണുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ തന്നെ നമ്മൾ ഏകദേശം ഒരു 6-7 മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാനുള്ള സെക്ഷനാണ് കേട്ടോ. പിന്നെ അതേപോലെ സിംഗുലർ സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കേസസ്, പിന്നെ ഇതിപ്പോ ഫസ്റ്റ് ഓർഡർ മാത്രമല്ല, നമ്മൾ ഹയർ ഓർഡേഴ്സ് ഇക്വേഷൻസും ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത് എന്നുള്ളത് വരുമ്പോൾ അതിൻ്റെതായ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ നോൺ ഹോമോജീനിയസ്, ഇതിവിടെ പറഞ്ഞിട്ടുണ്ട്, ഹോമോജീനിയസ് ആൻഡ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻസ് സിംപ്ലിഫൈ ചെയ്യാൻ തന്നെ നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിഫറെന്റ് മെത്തേഡ്സ് പഠിക്കാനുണ്ട്. അപ്പം ടോപ്പിക്ക് ഇത്രയും വലിപ്പം കാണുമ്പോൾ അത് വളരെ സിമ്പിൾ ആണെന്ന് വിചാരിക്കരുത്. ഈ ഒരു സെക്ഷനിൽ ഒത്തിരി ലെങ്തി ആയിട്ടുള്ള കുറേ കേസസ് നമുക്കറിയാലോ. നമ്മളുടെ PGയിലൊക്കെ പാർഷ്യല് ഏകദേശം ഓർഡിനറി നമ്മൾ ഇതിൽ പഠിക്കുന്നതാണ്, ഡിഗ്രി ലെവലിൽ പഠിക്കുന്നതാണ്. ദെൻ PG ലെവൽ വരുമ്പോൾ പാർഷ്യലിന്റെ ആണ് കൂടുതലായിട്ട് ഇലാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പോൾ അത് ഏതാണ് ടോപ്പിക് എന്ന് നോക്കാം. Lagrange and Chapit's method for solving first order partial differential equation, Cauchy's problem for first order partial differential equation, classification of second order partial differential equation, general solution of higher order partial differential equation with a constant coefficient, method of separation of variables for Laplace, heat and wave equation. അപ്പോൾ ഇത്രയും സെക്ഷൻസ് എല്ലാം തന്നെ നമ്മളുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കുന്നതാണ്. ഇതിൽ ഓൾമോസ്റ്റ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കുകളും ഉണ്ട്, പക്ഷെ എന്നാൽ തന്നെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും ആണ് അല്ലേ. അപ്പോൾ ചാപ്പിറ്റ്സ് മെത്തേഡ് ആയാലും എല്ലാം തന്നെ നമുക്ക് ചെയ്തു നോക്കി. ഇപ്പോൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നും, പക്ഷെ നമ്മൾ ഒന്ന് മനസ്സിരുത്തി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറെന്റ് കേസസ് ഏതാണെന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് അവിടെ ഇരുന്ന് ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ആ കേസസ് മാത്രം അനലൈസ് ചെയ്തിട്ട് ഏതാണ് നമ്മളുടെ സൊല്യൂഷൻ ഫോം വരുന്നതെന്നുള്ളത് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പൊ അതേ രീതിയിലൊക്കെ നമ്മൾ ഹയർ ഓർഡർ ഇക്വേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കേസസും പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. നെക്സ്റ്റ് മൊഡ്യൂൾ 10 ആണ്. മൊഡ്യൂൾ 10 വരുന്നത് തിയറി ഓഫ് നമ്പേഴ്സ് ആണ്. തിയറി ഓഫ് നമ്പേഴ്സ് ഈ ഒരു മൊഡ്യൂളിൽ നിന്നും അഗെയിൻ 7 മാർക്സ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്, ഡിവിസിബിലിറ്റി ഇൻ Z, കോൺഗ്രുവൻസസ്, ചൈനീസ് റിമൈൻഡർ തിയറം, ഓയിലേഴ്സ് 5 ഫംഗ്ഷൻ, ഫെർമാറ്റ്സ് തിയറം, വിൽസൺസ് തിയറം, ഓയിലേഴ്സ് തിയറം, പ്രിമിറ്റീവ് റൂട്ട്സ്. ഈ ഒരു സെക്ഷനാണ് നമ്മളുടെ
തിയറി ഓഫ് നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. ഇത് ഓൾമോസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് ഏകദേശം ഒന്ന് നമ്മൾ കവർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ്, ആ ഒരു സെക്ഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് അല്ലെ. തിയറി ഓഫ് നമ്പേഴ്സ് മിക്കവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടി ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷൻസ്, അതായത് മൊഡ്യൂൾ 10 വരെ, മൊഡ്യൂൾ 1 to മൊഡ്യൂൾ 10 വരെയുള്ള 10 മൊഡ്യൂൾസ് ആണ് നമ്മളുടെ മാത്തമാറ്റിക്സ് സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് HSST മാത്തമാറ്റിക്സിന് വരുന്നത്. അത് മാത്സിന്റെ പോർഷൻ മാത്രമാണ്. അപ്പോൾ 10 മൊഡ്യൂൾസ് 7 മാർക്സ് ആണ് നമ്മൾ ഓരോ മൊഡ്യൂളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ 70 മാർക്സ് ആണ് നമുക്ക് അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ അബ്സ്ട്രാക്ട് ആൾജിബ്രയുടെ സെക്ഷൻ ആയാലും റിയൽ അനാലിസിസിന്റെ സെക്ഷൻ ആയാലും 2 മൊഡ്യൂൾസ് വീതം അവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഈ 2 സെക്ഷൻ എന്തായാലും, ഈ 2 പേപ്പേഴ്സ് ഒരിക്കലും നമ്മൾ വിട്ടുപഠിക്കരുത്. കാരണം ആ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ ഏകദേശം ഒരു അബ്സ്ട്രാക്ട് ആൾജിബ്രയുടെ ആ ഒരു മൊഡ്യൂളിൽ നിന്ന് തന്നെ നമുക്ക് 14 മാർക്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ റിയൽ അനാലിസിസിന്റെ ടോപ്പിക്കിൽ നിന്നും 14 മാർക്സ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. അപ്പൊ ഈ 2 സെക്ഷൻസും എന്തായാലും നമ്മൾ ഒഴിവാക്കി പഠിക്കാൻ പാടില്ല. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതാണ് നമ്മളുടെ ജനറൽ പാർട്ട്. ജനറൽ പാർട്ട് എന്ന് പറയുമ്പോൾ പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ഈ 3 സെക്ഷൻസും നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. അതെന്താണെന്നൊന്ന് ചെക്ക് ചെയ്യാം. പാർട്ട് 2യിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് 10 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് വരുന്ന ടോപ്പിക് റിസർച്ച് മെത്തഡോളജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ടീച്ചിങ്ങിന്റെ നേച്ചർ, ഒബ്ജക്റ്റീവ്, ക്യാരക്ടറിസ്റ്റിക് ആൻഡ് ബേസിക് റിക്വയർമെന്റ്സ്, ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ടീച്ചിങ് എയ്ഡ്സ്, ഇവാലുവേഷൻ സിസ്റ്റംസ് എന്നുള്ളതാണ് ഈ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വരുന്നത്. ദെൻ ബാലൻസ് ടോപ്പിക് നോക്കാം. ദെൻ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് റിസർച്ചിന്റെ മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടൈപ്സ്, ദെൻ സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, മെത്തേഡ്സ് ഓഫ് റിസർച്ച്, റിസർച്ച് എത്തിക്സ്, പേപ്പർ, ആർട്ടിക്കിൾ, വർക്ക്ഷോപ്പ്, സെമിനാർ, കോൺഫറൻസ് ആൻഡ് സിമ്പോസിയം, thesis writing, its characteristic and format. ഇതാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് വരുന്ന സെക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പാർട്ട് 3 ആണ്. പാർട്ട് 3യിലും അഗെയിൻ 10 മാർക്സ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പാർട്ട് 3 എന്ന് പറയുമ്പോൾ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഫസ്റ്റ് സെക്ഷൻ വരുന്നത്. അതില് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, preamble, its significance and its place in the interpretation of the constitution, fundamental rights, directive principles of state policy, relation between fundamental rights and directive principles, fundamental duties. ഇതെല്ലാം തന്നെ നമ്മളുടെ പാർട്ട് 3യുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അതായത് പാർട്ട് 3യില് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ ബാലൻസ് വരുന്ന പോർഷൻ executive, legislature, judiciary, both at union and state level, other constitutional authorities, center state relations, and legislative, administrative and financial services under the union and the state, emergency provision, amendment provisions of the constitution എന്നുള്ളതാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. ഇപ്പോൾ ഈ ഒരു നമ്മളുടെ നേരത്തെ കണ്ട ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ ആയാലും അതേപോലെ തന്നെ റിസർച്ച് മെത്തഡോളജി സെക്ഷൻ ആയാലും ഏതൊരു ടീച്ചിങ് എക്സാം എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്തായാലും പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്കാണ് അല്ലെ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ കണ്ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ നമ്മൾ ഏതൊരു PSC എക്സാം എഴുതുമ്പോഴും എന്തായാലും നമ്മൾ കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരിക അല്ലെ. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ടോപ്പിക്കുകളെല്ലാം തന്നെ എന്തായാലും നമ്മൾ നോക്കിയിട്ട് പോകണം. കാരണം 10 മാർക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന മാർക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ്. അത് നമ്മളുടെ പാർട്ട് 3യിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ദെൻ അതിൽ വരുന്നത് സോഷ്യൽ സർവീസ് ലെജിസ്ലേഷൻസ് ലൈക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, then prevention of atrocities against women, children,
Childhood Security Act, Environmental Acts, etc. and social welfare programs like Employment Guarantee Program, Organ and Blood Donation, etc. ഇപ്പൊ ഏതൊരു PSC എക്സാം ഇപ്പോൾ നമ്മൾ റീസെന്റ് ആയിട്ട് നടത്തുന്ന എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് എന്നുള്ളത്. ഈ ഡിഫറെന്റ് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസുകൾ എല്ലാ PSC എക്സാമുകൾക്ക് ഇപ്പൊ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മറ്റ് എക്സാമുകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും, അത് പുതുതായി പഠിക്കേണ്ടി വരില്ല. പക്ഷെ അതല്ലാത്ത ഒരു ഏത് കേസിലും ഇത് നമ്മൾ പുതുതായിട്ട് എന്തായാലും ഒന്ന് നോക്കിയിട്ട് പോകുന്നതാണ് ബെറ്റർ ആയിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് റിനൈസൻസ് ഇൻ കേരള എന്നുള്ളതാണ്. അതില് ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി, അതിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, വേരിയസ് മിഷണറി ഓർഗനൈസേഷൻസ് ആൻഡ് ദെയർ ഫങ്ഷനിങ്, ഫൗണ്ടിങ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാക്ടറീസ്, പ്രിന്റിംഗ് പ്രസ് എക്സെട്ര എന്നുള്ളതാണ്. ഇതില് റിനൈസൻസിന്റെ ടുവേർഡ്സ് ന്യൂ സൊസൈറ്റി ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അതേപോലെ എഫേർട്സ് ടു റിഫോം ദി സൊസൈറ്റി എന്നുള്ള സെക്ഷന്റെ അണ്ടറിൽ വരുന്നതിൽ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് ആയിക്കോട്ടെ, റിനൈസൻസ് ലീഡേഴ്സ് ആയിക്കോട്ടെ, ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരു PSC ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ കാണാറില്ല അല്ലെ. അപ്പൊ റിനൈസൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെയും വരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സിൽ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് SNDP യോഗം, നായർ സർവീസ് സൊസൈറ്റി, യോഗക്ഷേമ സഭ, സാധുജന പരിപാലന സംഘം, ബാലസമുദായ പരിഷ്കാരണി സഭ, സമത്വ സമാജം, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, പ്രത്യക്ഷ രക്ഷ ദൈവ സഭ, സാഹോദര്യ പ്രസ്ഥാനം എക്സെട്ര. ഇതാണ് റിഫോം മൂവ്മെന്റ്സ് ആയിട്ട് നമ്മൾ പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന റിഫോം മൂവ്മെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് എല്ലാ തന്നെ സോഷ്യൽ റിവോൾട്ട്സിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പർ ക്ലോത്ത് റിവോൾട്ട്സ്, ചാനാർ അജിറ്റേഷൻ, വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, പാലിയം സത്യാഗ്രഹ, കുട്ടമാളു സത്യാഗ്രഹ, കൂട്ടംകുളം സത്യാഗ്രഹ, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ടെമ്പിൾ എൻട്രി ആക്ട്, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എക്സെട്ര, മലബാർ റയോട്ട്സ്, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് എക്സെട്ര. ഇതൊക്കെയാണ് സോഷ്യൽ റിവോൾട്ട്സിന്റെ കേസിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ്, ഏതൊക്കെ പ്രസ്സുകളാണ് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മലയാളി, സ്വദേശാഭിമാനി, വിവേകോദയം, മിതവാദി, സ്വരാജ്, മലയാള മനോരമ, ഭാഷാപോഷിണി, മാതൃഭൂമി, കേരള കൗമുദി, സമാദർശി, കേസരി, അല്ലമീൻ, പ്രഭാതം, യുക്തിവാദി എക്സെട്ര. ഇതൊക്കെയാണ് നമ്മളുടെ റോൾ ഓഫ് പ്രസ്സസ് ഇൻ റിനൈസൻസ് എന്നുള്ള സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ദെൻ എവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ, ഏതൊക്കെ നോവൽസ്, കഥ, കവിത ഇതൊക്കെ യൂസ് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മളുടെ ആ റിനൈസൻസിൽ മെയിൻ ആയിട്ട് റോൾ എന്തായിരുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. നോവൽ, ഡ്രാമ, പോയട്രി, പുരോഗമന സാഹിത്യ പ്രസ്ഥാനം, നാടക പ്രസ്ഥാനം, ലൈബ്രറി മൂവ്മെന്റ് എക്സെട്ര. ദെൻ വിമൻ ആൻഡ് സോഷ്യൽ ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്, പാർവതി, നെന്മേനി മംഗളം, ദെൻ ആര്യ പള്ളം, AV കുട്ടിമാളു അമ്മ, ലളിത പ്രഭു, അക്കമ്മ ചെറിയൻ, അന്ന ചാണ്ടി, ലളിതാംബിക അന്തർജനം ആൻഡ് others. These are the women leaders in Renaissance. Then ലീഡേഴ്സ് ഓഫ് റിനൈസൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ ആണ് അല്ലെ. ഇപ്പോഴത്തെ PSC എക്സാമുകളുടെ പാറ്റേൺ തന്നെ നമുക്കറിയാം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ജസ്റ്റ് നമ്മളൊരു വൺ വേർഡ് ആൻസർ മാത്രം പഠിച്ചു വെച്ചുകൊണ്ട് കാര്യമില്ല. നമുക്ക് ആ ഒരു ഏതൊരു റിനൈസൻസ് ലീഡറിനെ കുറിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ ലീഡറിനെ കുറിച്ച് A to Z അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ, എവിടെയാണ് ജനിച്ചത്, ഏത് ഇയറിലാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമാണ് ഇപ്പോഴത്തെ നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഫോം മാത്രമല്ല എന്നുള്ളതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത് കേട്ടോ. ഏതൊക്കെ ലീഡേഴ്സ് ആണ്? തൈക്കാട് അയ്യ, വൈകുണ്ഠാർ, ദെൻ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, വാക്ബടാനന്ദ, പൊയ്ക്കായൽ യോഹന്നാൻ, കുമാരഗുരുദേവൻ എന്ന് ഓൾറെഡി അറിയപ്പെടുന്നതാണ്, ഡോക്ടർ പൽപു,
ദെൻ പാലക്കുന്നത്ത് എബ്രഹാം മാപ്പൻ, ദെൻ മമ്പുറം തങ്ങൾ, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ, പാമ്പാടി ജോൺ ജോസഫ്, മന്നത്തു പത്മനാഭൻ, വി ടി ഭട്ടതിരിപ്പാട്, വക്കം അബ്ദുൽ ഖാദർ മൗലവി, മക്തി തങ്ങൾ. ദെൻ നെക്സ്റ്റ് ബ്ലെസ്ഡ് ഏലിയാസ് കുര്യാക്കോസ് ചാവറ, ബാരിസ്റ്റർ ജി പി പിള്ളെ, ടി കെ മാധവൻ, മൂക്കോത്ത് കുമാരൻ, സി കൃഷ്ണൻ, കെ പി കേശവ മേനോൻ, ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ, സി വി കുഞ്ഞിരാമൻ, കുരു നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, ദെൻ വേലിക്കുട്ടി അരയൻ, കെ പി വെള്ളോൻ, പി കെ ചാത്തൻ മാസ്റ്റർ, കെ കേളപ്പൻ, പി കൃഷ്ണപിള്ള, എ കെ ഗോപാലൻ, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ, സി കേശവൻ, സ്വാമി ആനന്ദ തീർത്ഥൻ, എം സി ജോസഫ്, കുട്ടുമ്പുഴ കൃഷ്ണപിള്ള, ദെൻ ആൻഡ് അതേഴ്സ്. ഓൾമോസ്റ്റ് എല്ലാ റിനൈസൻസ് ലീഡേഴ്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ദെൻ ഇതെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാൻ പാകത്തിന് രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കണം. ജസ്റ്റ് വെറുതെ എന്താണ് റിനൈസൻസ് ലീഡേഴ്സും അത് അവർ ഏതൊക്കെ ഇതിലാണ് പങ്കെടുത്തിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ളത് മാത്രമല്ല, ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി തന്നെ ഈ ഒരു സെക്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ലിറ്റററി ഫിഗേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓൾമോസ്റ്റ് എല്ലാ കേസസും ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, ദെൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള, കുമാരൻ ആശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ, ജി ശങ്കരക്കുറുപ്പ്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ചന്തു മേനോൻ, വൈക്കം മുഹമ്മദ് ബഷീർ, കേശവ് ദേവ്, തകഴി ശിവശങ്കരപിള്ള, പൊൻകുന്നം വർക്കി, എസ് കെ പൊറ്റക്കാട് ആൻഡ് അതേഴ്സ്. ഇതെല്ലാം തന്നെ നമ്മൾക്ക് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കാണുന്നതാണ് അല്ലെ, ഡിഫറെന്റ് സെക്ഷൻസിലുള്ള ക്വസ്റ്റ്യൻസ്. ദെൻ നെക്സ്റ്റ് പാർട്ട് 4ന്റെ 10 മാർക്സ്. പാർട്ട് 4 വരുന്ന മെയിൻ ടോപ്പിക് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളതാണ്. അതാണ് പാർട്ട് 4. അപ്പൊ നമ്മൾ 4 പാർട്ടുകളുടെ കേസ് പറഞ്ഞു. പാർട്ട് 1 നമുക്ക് മൊഡ്യൂൾ 1 to മൊഡ്യൂൾ 10 വരെ മാത്തമാറ്റിക്സ് പാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത്, മാത്തമാറ്റിക്സ് പാർട്ട് പറയുമ്പോൾ നമുക്കറിയാം HSST ഒരു ഹയർ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മളുടെ PG ലെവൽ ടോപ്പിക്കുകളാണ് മെയിൻ ആയിട്ട് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോ മൊഡ്യൂളിനും 10 മൊഡ്യൂളാണ്, ഓരോ മൊഡ്യൂളിനും 7 മാർക്സ് വീതമാണ്. അപ്പോൾ അങ്ങനെ 70 മാർക്സ്. പാർട്ട് 2 നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ടീച്ചിങ് മെത്തഡോളജി ആണ് നമുക്ക് പാർട്ട് 2 വന്നത്. പാർട്ട് 2 വന്നപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 10 മാർക്സ് ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. പാർട്ട് 3 വന്നപ്പോഴാണ് അതിനകത്ത് എല്ലാ കേസസും, അതായത് റിനൈസൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കേസസും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയി. പാർട്ട് 2 തന്നെ നമുക്ക് വന്നിരുന്നതിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സെക്ഷൻ, അപ്പോൾ ആ ഒരു സെക്ഷൻസ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ സോഷ്യോ റിലീജിയസ് റിഫോംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻസ്, പിന്നെ റിനൈസൻസ് ലീഡേഴ്സ്, പ്രസ്, ഡിഫറെന്റ് പ്രസ് ഏതൊക്കെയാണ്, അതിൻ്റെ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്, അങ്ങനെയുള്ള കേസുകളെല്ലാം തന്നെ, പിന്നെ ലിറ്റററി വർക്സുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഓതേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻ, ഇതെല്ലാം തന്നെ പാർട്ട് 3 ഇൻക്ലൂഡഡ് ആണ്. ദെൻ പാർട്ട് 4 വന്നപ്പോൾ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 10 മാർക്സ് ഈച്ച് ആണ്. അങ്ങനെ 70 + 30 100 മാർക്സ് ആയിരിക്കും നമുക്ക് ഈ ഒരു HSST എക്സാമിന് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ HSST മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാം ഡിപ്പെൻഡ് ചെയ്യുന്ന അതിൻ്റെ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് മാത്സിന്റെ പോർഷനൊക്കെ നോക്കിയാൽ അറിയാം, ഇനിയിപ്പോൾ അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാനില്ല. ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ PG പേപ്പേഴ്സും ഇൻക്ലൂഡഡ് ആണ് അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പം എന്തെങ്കിലും ചേഞ്ചസ് PSC വരുത്തോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ എന്താണോ ആ വന്നിരിക്കുന്ന ചേഞ്ച് എന്നുള്ളതും കൂടി നമ്മൾ അപ്പോൾ കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മളുടെ എൻട്രി ടീമും നിങ്ങൾക്കായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് തന്നെ നിങ്ങളോടൊപ്പം തന്നെ നിൽക്കാനായിട്ട് നമ്മൾ ഇവിടെ സജ്ജരായി കഴിഞ്ഞു. ഡിഫറെന്റ് ഫീൽഡിൽ ഉള്ള അധ്യാപകരാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവരും അവരുടേതായ മേഖലകളിൽ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ തന്നെയാണ്, ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഈ സിലബസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരാളെ കൊണ്ട് മാത്രം നമുക്ക് എടുത്തു തീർക്കാൻ പറ്റുന്നതല്ലല്ലോ. അപ്പം അതിനനുസരിച്ച് ഓരോ മൊഡ്യൂൾസ് എടുക്കാനായിട്ടുള്ള ഡിഫറെന്റ് അധ്യാപകരുണ്ടാവും, അവരുടെ നേതൃത്വത്തിലായിരിക്കും ഓരോ മൊഡ്യൂളും നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ
റീസെന്റ് ആയിട്ട് നടന്ന പല കോമ്പറ്റീറ്റീവ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് അതിന്റെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുന്നതാണ് കൂടുതൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് ആ ഒരു ടീം അധ്യാപകരും ഞങ്ങൾ ഇവിടെ സജ്ജരാണ്. ഇനി നിങ്ങളും കൂടി ഞങ്ങളുടെ ഒപ്പം ചേരേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഈ ഒരു HSST എന്നുള്ള ആ ഒരു കടമ്പ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ നമ്മളുടെ കോഴ്സ് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ആ കോഴ്സിലേക്ക് പാർട്ടാവുക. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഇവിടെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. കാരണം നമ്മളുടെ ഈ ഒരു HSST മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കിന്റെ ഡിഫറെന്റ് വീഡിയോസ്, അത് കണ്ടന്റ് വീഡിയോസ് തന്നെ, ഈ ഒരു സിലബസിൽ നിന്നുള്ള വീഡിയോസ്, നമ്മളുടെ മാത്തമാറ്റിക്സ് പോർഷന്റെ ഡിഫറെന്റ് വീഡിയോസുകൾ നമ്മൾ ഈ ചാനലിലായിരിക്കും നമ്മൾ ഇടുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അത് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഞങ്ങളോടൊപ്പം തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് തന്നെ ഈ ഒരു ലക്ഷ്യം നേടാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. താങ്ക് യു.